കളയാതെ വെച്ച് അപ്പോൾ കല്യാണം ആയപ്പോൾ മോള് പറഞ്ഞു എത്ര മാല എടുത്താലും എനിക്ക് ഇത് അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വെച്ച് അപ്പം ഇന്ന് എനിക്ക് ഹാപ്പി ആകാൻ പോകുന്ന ഒരു ബ്രൈഡാണ് നിന്റെ കൂടെ ഉള്ളത്, മാളവിക അല്ലേ? എന്തുണ്ട് മോളെ, ഉറങ്ങിയോ? കുറച്ചൊക്കെ ഉറങ്ങി. നമ്മളിപ്പോ 3:30 ഇപ്പൊ നമ്മൾ മേക്കപ്പ് തുടങ്ങാൻ പോവാണ്. ഇവിടുത്തെ ഇപ്പൊ ഞാനുള്ളത് കൊല്ലത്താണ്, കൊല്ലം കരുനാഗപ്പള്ളി അല്ലേ? പക്ഷെ കല്യാണം നടക്കുന്ന എവിടെയായി? ശൂര്യനാട്. ശൂര്യനാട് ഇതിനു മുമ്പ് ഞാൻ കല്യാണം ചെയ്തിട്ടുണ്ട്. എന്റെ ശൂര്യനാട് ബ്രൈഡുകള് എല്ലാവർക്കും എന്റെ ഹായ് കേട്ടോ. മാളവിക ഇനിയിപ്പോ പരിചയപ്പെടണമല്ലോ മാളവിക. മാളവിക എന്ത് ചെയ്യുന്നു? ഞാൻ DLED കഴിഞ്ഞിട്ട് നിൽക്കുന്ന എക്സാം ഒക്കെ കഴിഞ്ഞ് ടീച്ചിങ്ങിന്റെ കോഴ്സ് കഴിഞ്ഞു. അപ്പൊ എന്നാണ് ജോയിനിങ്? ജോയിനിങ് ഒക്കെ നെക്സ്റ്റ് ഇയറിലേക്ക് കാണും. എന്താ കൊല്ലത്തിന് എന്തോ എനിക്കറിയത്തില്ല. പക്ഷെ എന്നോട് ചോദിക്കും ആരെ വിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാരും പറഞ്ഞു കൊണ്ടുവരണേ, ഞങ്ങൾക്ക് എല്ലാവർക്കും സെൽഫി എടുക്കണോ, അതിന് വേണ്ടിയിട്ട് കൊണ്ടുവരണേ എന്ന് പറഞ്ഞു. ദൂരെയൊക്കെ ഉള്ളവരൊക്കെ ഫോൺ വിളിക്കുമ്പോൾ ആരെ വിളിക്കുന്നത് ആരെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറയും വികാസാണ്. വികാസാന്ന് ഭയങ്കര ഇഷ്ടമായി. എല്ലാ അഡ്വാൻറ്റേജ് ഒരുപാടുണ്ട് കേട്ടോ. കൊല്ലം ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ വേണ്ട സന്തോഷം. കൊല്ലം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമല്ല. എന്റെ അമ്മയുടെ വീട്, എന്റെ വൈഫിന്റെ വീട് കൊല്ലമാണ്. പിന്നെ കൊല്ലം അതുകൊണ്ട് ഭയങ്കര അറ്റാച്ച്ഡ് പ്ലേസ് ആണ്. സ്വദേശം വർക്കലയാണ്. വർക്കലയിൽ എപ്പോഴെങ്കിലും കൊല്ലത്ത് വരുമല്ലോ. ഈ മാലയെ കുറിച്ച് കുറച്ച് ചേച്ചി പറഞ്ഞല്ലോ, എന്താണ് ഇത്? എനിക്ക് എൻ്റെ കല്യാണത്തിന് എൻ്റെ ചേച്ചി തന്ന മാലയാണ്. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാൻ നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും പറയുവാണെങ്കിൽ ഞാനങ്ങ് ശരിക്കും മനസ്സ് തുറന്നങ്ങ് ചെയ്യും. അപ്പം ചേട്ടന് അതറിയാം. അപ്പോൾ ഒരു ദിവസം ഈ മാല എടുത്ത് മോടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, മോളെ അമ്മയുടെ കൈ വെച്ചിരുന്നത് കാണത്തില്ല, അതൊന്ന് മോളിത് വെച്ചോളാം, അമ്മയ്ക്ക് കൊടുക്കല്ലേ. അന്ന് ഇയാൾ മേടിച്ച് 1-2 ദിവസമൊക്കെ കഴിച്ചിട്ടിട്ട് എനിക്ക് തരാതെ മാറ്റി വെച്ച്. പിന്നെ ഞാൻ അങ്ങനെ അത് യൂസ് ചെയ്തിട്ടുമില്ല. അപ്പം അങ്ങനെയാണ്. അപ്പം ഇപ്പം കല്യാണം ആയപ്പോഴത്തേക്ക് ഈ മാല ഞങ്ങൾ കളയാതെ വെച്ച്, അന്ന് അങ്ങനെ പറഞ്ഞ് മോൾക്ക് കൊടുത്തതല്ലേ, കളയാതെ വെച്ച്. അപ്പോൾ കല്യാണം ആയപ്പോൾ മോള് പറഞ്ഞു എത്ര മാല എടുത്താലും എനിക്ക് ഇത് അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വെച്ച് അച്ഛൻ്റെ ഒരു ഓർമ്മ, ഒരു സമ്മാനമാണത്. അച്ഛൻ കൊടുത്തിട്ടുള്ള ഒന്നും കളഞ്ഞിട്ടില്ല. കളിപ്പാട്ടങ്ങളെല്ലാം അവിടെ വെച്ചേക്കും. വേറെ കുഞ്ഞുങ്ങളൊക്കെ വന്നെടുക്കും, കൊടുക്കത്തില്ല ആർക്കും, എല്ലാം മാറ്റി മാറ്റി വെക്കും. അല്ല എത്ര മോനെ, 10 10 11 10 വയസ്സ്. 10 വയസ്സ്. 9 വയസ്സ് കഴിഞ്ഞ് 10ാമത്തെ വയസ്സ്. അപ്പൊ കുറെ കളിപ്പാട്ടങ്ങൾ അച്ഛൻ കൊണ്ട് കൊടുത്ത് എല്ലാം ഇപ്പോഴും വെച്ചിട്ടുണ്ട്. ഒത്തിരി സ്നേഹിച്ച ഒരു അച്ഛനാ. അതെല്ലാം മോള് സൂക്ഷിച്ചു വെച്ച ആ ഡ്രസ്സുകൾ അച്ഛൻ കൊടുത്ത എല്ലാം.
എങ്ങനെയുണ്ട് പെണ്ണ്? ആലോചിക്കട്ടെ. ഇഷ്ടായ? ഇഷ്ടായി, നല്ല ഇഷ്ടായി. കുറച്ചു മുമ്പ് ഇച്ചിരി കൂടെ നല്ലപോലെ പറഞ്ഞു. ഇപ്പൊ ഒത്തിരി ആളായത്. എങ്ങനെയുണ്ട്? അമ്മയുടെ ആഗ്രഹം നടന്നു. എന്റെയും ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. വീട്ടിൽ വരണം.